Hello everyone, how are you all? I think all are fine. Today we are going to discuss about our third unit, food and its nutrients, part 4. In our last class we already discussed about vitamins. Today we are going to discuss about malnutrition. Malnutrition is a condition that results from nutrient deficiency. Malnutrition occurs when the body doesn't get enough nutrients, leading to poor health or diseases. Cause include poor diet, digestive problems or illness. അതായത് മാൽന്യൂട്രീഷൻ എന്നുള്ളത് എന്താണ്? പോഷകാഹാരക്കുറവ്. അതായത് പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയെയാണ് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ മതിയായ അളവിൽ ലഭിക്കാത്തപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായി നമുക്ക് ആരോഗ്യം ക്ഷയിക്കുകയോ അതുപോലെ വിവിധ രോഗങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. മെയിനായിട്ട് ഈ ഒരു മാൽന്യൂട്രീഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് പോഷകമില്ലാത്ത ഭക്ഷണം, അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിവിധ രോഗാവസ്ഥകൾ എന്നിവ മൂലമാണ് ഈ ഒരു മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEM. Protein energy malnutrition or PEM is the condition of lack of energy due to the deficiency of all the macronutrients and micronutrients. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നുള്ളത് മൈക്രോന്യൂട്രിയൻസിൻ്റെയും മാക്രോന്യൂട്രിയൻസിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതായത് കലോറിയുടെയും പ്രോട്ടീനിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. മാൽന്യൂട്രീഷൻ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ചിൽഡ്രൻ. ഇറ്റ് ഈസ് റയർലി ഫൗണ്ട് ഇൻ ദ അഡൽട്ട്സ്. മാൽന്യൂട്രീഷൻ മെയിനായിട്ട് നമ്മൾ കുട്ടികളിലാണ് കാണപ്പെടുന്നത്. അഡൽട്ടിൽ എന്താണ്? റയർ ആയിട്ടാണ് കാണപ്പെടുക. PEM is primarily of two types, kwashiorkor and marasmus. ഈ PEM എന്നുള്ളത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നുള്ളത് രണ്ട് ടൈപ്സ് ഉണ്ട്, kwashiorkorum marasmusum. kwashiorkor ദാറ്റ് ഈസ് എക്സ്ട്രീം പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കുറവ് മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ്, എക്സ്ട്രീം പ്രോട്ടീൻ കുറവ് മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് kwashiorkor. മരാസ്മസ് എക്സ്ട്രീം കലോറി ഡെഫിഷ്യൻസി. മരാസ്മസ് എന്നുള്ളത് എക്സ്ട്രീം ആയിട്ടുള്ള കലോറി ഡെഫിഷ്യൻസി മൂലം, കലോറിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് മരാസ്മസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കേസസിലും കുട്ടികളുടെ വളർച്ച സ്റ്റാൻഡേർഡ് ആവും, മന്ദഗതിയിലാകും, അവരുടെ ശരീര വളർച്ച മുരടിച്ചു പോകും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡെഫിഷ്യൻസി ഡിസീസസ്. നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും ഒക്കെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസസിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഡ്രൈ സ്കിൻ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എയുടെ അഭാവം മൂലം നമുക്ക് രാത്രിയിലെ അന്ധത, രാത്രി കാഴ്ചക്കുറവ് ഉള്ളത് പിന്നീട് പൂർണ്ണമായ ഒരു കാഴ്ച നഷ്ടത്തിലേക്കാവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ കണ്ണ്, സ്കിന്ന്, മറ്റു ശരീരകോശങ്ങൾ എന്നിവയൊക്കെ ഒരു ഡ്രൈനെസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനൊക്കെ ഡാമേജ് ആവാൻ, കേടുപാടുകൾ സംഭവിക്കാനും ഈ ഒരു വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടായിരുന്ന അസുഖങ്ങളാണ്. നെക്സ്റ്റ് ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ബി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസിയിൽ വീക്ക്നെസ്, മൗത്ത് അൾസേഴ്സ്. വൈറ്റമിൻ ബി ഡെഫിഷ്യൻസിയിൽ മെയിനായിട്ട് വരുന്നത് വീക്ക്നെസ്, നമുക്ക് ക്ഷീണം, അതുപോലെ തന്നെ യെല്ലോ സ്കിന്ന്, മൗത്ത് അൾസേഴ്സ്, വായിൽ പുണ്ണ് എന്നിവയാണ് വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഓൾസോ കോൾഡ് സ്കർവി, ബ്ലീഡിംഗ് ഗംസ്, അനീമിയ. വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയെ സ്കർവി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോണകളുടെയും പല്ലിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ, മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ അനീമിയ, രക്തക്കുറവ് എന്നിവയൊക്കെയാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, റിക്കറ്റ്സ്, weak bones in children. A lack of vitamin D is the most common cause of rickets. Rickets cause a child bones to become soft and weak, which can lead to bone deformities. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്നുള്ളത്. കുട്ടികളിലെ എല്ലുകളിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ്. ആ എല്ലുകൾ സോഫ്റ്റായി വളയാനും എളുപ്പത്തിൽ ഒടിയാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്നുള്ളത്. അയൺ ഡെഫിഷ്യൻസി, അനീമിയ, ഫാറ്റിക്, പെയിൽ സ്കിൻ, വീക്ക്നെസ്. അയൺ ഡെഫിഷ്യൻസി, അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് അനീമിയ, രക്തക്കുറവ്. അനീമിയയുടെ പ്രധാന കാരണം എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടൻറ്റ്, ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് കുറവ് മൂലമാണ് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ആയിട്ടുള്ള അനീമിയ ഉണ്ടാകുന്നത്. അനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷീണം, മങ്ങിയ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ചർമ്മം, ബലഹീനത, ദൗർബല്യം എന്നിവയൊക്കെ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി മൂലം കാണപ്പെടുന്ന രോഗങ്ങളാണ്.
And last one, iodine deficiency. Iodine deficiency is a significant cause of mental developmental problems in children and goiter and thyroid problems. Iodine deficiency, അയോഡിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ മെൻ്റൽ പ്രോബ്ലംസ്, മാനസിക പ്രശ്നങ്ങളും IQ കുറയുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഗോയിറ്റർ എന്നുള്ള ഒരു അസുഖം, അതായത് കഴുത്തിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാവുന്നതിന്, വീക്കം സംഭവിക്കുന്നതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. കൂടാതെ പ്രഗ്നൻസി ടൈമിൽ അയഡിൻ്റെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ അമ്മയിലും കുഞ്ഞിലും ഒരു തൈറോയിഡ് ഹോർമോണിൻ്റെ നിർമ്മാണം എന്താവും, തടസ്സപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ അയഡിൻ ഡെഫിഷ്യൻസിയിൽ വരുന്നതാണ് ഗോയിറ്റർ, തൈറോയിഡ് പ്രോബ്ലംസ്, മെൻ്റൽ ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ, കൂടാതെ കുട്ടികളുടെ IQ ലെവൽ ലോവർ ആകുക. ഇത്രയും കാര്യങ്ങളാണ് അയോഡിൻ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാൽന്യൂട്രീഷൻ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ഡെഫിഷ്യൻസി ഡിസീസസ്, വൈറ്റമിൻ A ഡെഫിഷ്യൻസി, വൈറ്റമിൻ B ഡെഫിഷ്യൻസി, വൈറ്റമിൻ C ഡെഫിഷ്യൻസി, വൈറ്റമിൻ D ഡെഫിഷ്യൻസി, അയോൺ ഡെഫിഷ്യൻസി ആൻഡ് അയോഡിൻ ഡെഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ 3rd യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു ഓൾ.